അപ്പോൾ 4 ദിവസത്തെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് 2 ദിവസം ഓഫ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഓഫ് കിട്ടിയത് വെറുതെ കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. തൃശ്ശൂർ പോവാണേ. ഇവിടെ എൻ്റെ ഫ്രണ്ടും ഉണ്ട്, ഇരിങ്ങാലക്കുട വരെ അവളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തൃശ്ശൂർ സ്റ്റേഷനിലെത്തി. ഇനി ബസ്സും ഓട്ടോയൊക്കെ വിളിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ പോകാനായിട്ട്. കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ വീട്ടിൽ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വാതി തുറന്നപ്പോൾ തന്നെ പപ്പയുടെ എക്സ്പ്രഷൻ ഇതായിരുന്നു. മമ്മി കിച്ചണിൽ എന്തോ പണിയിലായിരുന്നു കേട്ടോ. അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വരുമെന്നൊന്നും. ഒരു സൂചന പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു പപ്പയും മമ്മിയും ഒക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുഞ്ഞൂസിനെ കേട്ടോ. കുഞ്ഞൂസ് നോക്കിയപ്പോൾ ഭയങ്കര ഉറക്കാണ്. പിന്നെ ഉറങ്ങി കിടക്കുന്ന കുഞ്ഞൂസിനെ എഴുന്നേൽപ്പിക്കലായിരുന്നു കേട്ടോ എന്റെ പണി. അങ്ങനെ ലാസ്റ്റ് നമ്മള് കുഞ്ഞൂസിനെ എഴുന്നേൽപ്പിച്ചു കേട്ടോ. കുഞ്ഞൂസ് നല്ല ഉറക്കപ്പിച്ചിലായിരുന്നേ. പാവം കുഞ്ഞൂസിന്റെ ഉറക്കം ഞാൻ കളഞ്ഞു. അടുത്ത് ഞാൻ നോക്കിയത് ചേച്ചിനായിരുന്നു കേട്ടോ. ചേച്ചി നോക്കിയപ്പോൾ ചേച്ചി പ്രാർത്ഥിക്കായിരുന്നു. എന്നെ കണ്ടത് ഞെട്ടിപ്പോയി. കാരണം ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്റെ ഈ വരവ്. കുഞ്ഞൂസിന് ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞോടിപ്പോ ഒരു കുഞ്ഞു ഫോണാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ആ ഫോണിലായിരുന്നു കേട്ടോ അവളുടെ കളി. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടോ.